കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കുറച്ച് ടെക് ലോകത്തെ വാർത്തകളായിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യം, വാട്സപ്പിനെ സ്വകാര്യതാ ലംഘന നിയമത്തിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്താനുള്ള പുതിയൊരു ബില്ല് നമ്മുടെ സ്പെയിനിൽ പാസ്സായിട്ടുണ്ട്. ഡിസംബർ 22-ാം തീയതിയാണ് വിധി വന്നത്. അതായത് മക്കളുടെ വാട്സപ്പ് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗം ചെക്ക് ചെയ്യാൻ അവരുടെ പാരൻസിന് അധികാരമുണ്ട് എന്നാണ് ഈ പറഞ്ഞ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യതാ ലംഘനം എന്ന് പറയുന്നത് വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് സ്പെയിനിൽ ഇത്രയും കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു കേസ് വന്നതും ആ വിധിയെയും എല്ലാം ചുറ്റിപ്പറ്റി വലിയൊരു വ്യത്യാസം തന്നെയാണ് സ്പെയിനിൽ ഇപ്പോൾ ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ വാട്സപ്പ് വാങ്ങി ഫുൾ മെസ്സേജസ് കുട്ടിയുടെ മുന്നിൽ വെച്ച് അവളുടെ ഫോണിലുള്ളത് വായിച്ചു എന്നുള്ളത് കണ്ടിട്ട് കുട്ടിയുടെ സ്വന്തം അമ്മയും ഇയാളുടെ ആദ്യ ഭാര്യയായിരുന്ന യുവതിയാണ് സ്പെയിനിൽ കേസ് കൊടുത്തത്. അതോടുകൂടി ഈ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ സംഭവിച്ചു. അങ്ങനെ അവസാനമായിട്ട് വന്നു, പാരൻസിന് സോഷ്യൽ മീഡിയ ഉപയോഗം മക്കളുടേത് ശ്രദ്ധിക്കാനുള്ള അവകാശമുണ്ട്. ആ നിയമം എത്രയും പെട്ടെന്ന് ഇവിടെ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരു പ്രായപരിധി വരെയുള്ള കുട്ടികൾക്ക് ഇപ്പം ഫേസ്ബുക്കിന് ലിമിറ്റ് ഉണ്ട് എങ്കിലും ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. വാട്സപ്പിന് ഇതുപോലെ ഒരു ഏജ് ലിമിറ്റ് കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സുതാര്യമായിട്ടുള്ളൊരു വ്യക്തത വരുന്നത് കാര്യങ്ങളെ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ ടെക് ലോകത്ത് സംഭവിച്ച ഏറ്റവും പുതിയ വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത്, ബഹിരാകാശത്ത് ഒരു 5 നക്ഷത്ര ഹോട്ടൽ വരുന്നു എന്നുള്ളതാണ്. 2022 ആകുമ്പോഴേക്കും നമുക്ക് ബഹിരാകാശത്ത് പോയി ആ ഹോട്ടലിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാകുമത്രേ. ബഹിരാകാശത്തേക്ക് സഞ്ചാരികളെ അയക്കുക എന്നുള്ളതാണ് റഷ്യ ഇപ്പോൾ കാണുന്ന സ്വപ്നം. റഷ്യൻ ബഹിരാകാശ സംഘടനയായ റോസ്കോസ്മോസ് ആണ് ഇതിന്റെ പുറകിലുള്ളത്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലെ കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുള്ള 4 ആഡംബര മുറികളാണ് ഉണ്ടാക്കുന്നത്. 2 ക്യൂബിക് മീറ്റർ വലുപ്പമുള്ള സ്വകാര്യ മുറികളായിരിക്കും. 2 ആഴ്ച വരെയുള്ള യാത്രയ്ക്ക് $40 ദശലക്ഷം, അതായത് 254 കോടി ഈടാക്കും. 2021 ആകുമ്പോഴേക്കും ബഹിരാകാശ ഹോട്ടലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 2022 വിക്ഷേപണം നടത്താനാണ് പദ്ധതി. പിന്നെ ഈ ആഴ്ച വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ക്യാമ്പയിൻ ടു സ്റ്റോപ്പ് കില്ലിംഗ് റോബോട്ട്സ് അല്ലെങ്കിൽ കില്ലർ റോബോട്ട്സ് എന്ന സംഘടനയുടെ സ്ലോട്ടർ ബോട്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോൺ ക്യാമറ എത്തുന്നു. അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ആളുകളെ കൊല്ലുന്നത്. അപ്പം തെരഞ്ഞു പിടിച്ച് ആളെ കൊല്ലും. നമുക്ക് കൊല്ലാനുള്ള ആളുടെ അല്ലെങ്കിൽ ഇതുപോലെ നശിപ്പിക്കാനുള്ള വ്യക്തിയുടെ പ്രായം, ലിംഗം, പേര് തുടങ്ങിയിട്ടൊരു ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ലോട്ടർ ബോട്ട്സ് വന്ന് ഈ കാര്യം ചെയ്തിട്ട് പോകും എന്നുള്ളതാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്ന തന്നെ ഒരു അവതാരകന്റെ പ്രസംഗത്തോടു കൂടിയാണ്. അതിൽ ലാസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഡ്രോൺ ക്യാമറകൾ ആളെ കൊല്ലുന്നത് എന്നുള്ളത്. ഇത് ഇപ്പം നടന്നിട്ടില്ല എങ്കിലും അതിനൂതനമായിട്ടുള്ള ഭാവിയിൽ ഇപ്പം അത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എലൻ മസ്കിനെയും സ്റ്റീഫൻ ഹോക്കിങ്സിനെയും പോലെയുള്ള പ്രതിഭകൾ പറഞ്ഞതുപോലെ അത് മനുഷ്യവംശത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും. ഈ ഒരു കാര്യം വളരെ പേടിയോടെയാണ് ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ലാസ്റ്റ് വീക്കാണ് നമ്മുടെ സോഫിയ റോബോട്ട് ഇന്ത്യയിലെത്തിയത്. സൗദി പൗരത്വം ലഭിച്ച ആദ്യമായിട്ട് ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്ന ആദ്യത്തെ റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്നത്. മനുഷ്യരെ പോലെ തന്നെ എല്ലാ വികാരങ്ങളുമുള്ള സോഫിയ റോബോട്ട് ഇന്ത്യയിലെത്തിയപ്പോഴും ഇതേപോലെ എല്ലാവരുടെയും ആകർഷക കേന്ദ്രമായി മാറാൻ സോഫിയയ്ക്ക് സാധിച്ചു. ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്ര സാങ്കേതിക മേളയിൽ ടെക് ഫെസ്റ്റിൽ പങ്കെടുക്കാനാണ് സോഫിയ എത്തിയത്. തിരഞ്ഞെടുത്ത സദസ്സിലെ വിദ്യാർത്ഥികളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മുൻപിൽ 20 മിനിറ്റ് നേരം സാരി ഉടുത്തുകൊണ്ട് സോഫിയ സംസാരിച്ചു. സോഫിയ റോബോട്ട് വളരെ വിദഗ്ധമായിട്ട് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞെങ്കിലും അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, ഈ ലോകത്ത് കുറേ തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉള്ളപ്പോൾ റോബോട്ട്സിന് വേണ്ടി ഇത്രയും ചെലവ് ചെയ്യുന്നത് എങ്ങനെ കാണുന്നു എന്നുള്ളത്. ആ സമയത്ത് അതിന് മാത്രം ഉത്തരം നൽകാൻ സോഫിയയ്ക്ക് സാധിച്ചില്ല. പിന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രോബ്ലം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദഗ്ധർ തടി തപ്പി എന്നാണ് കേട്ടത്. പിന്നെ നടന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗൂഗിളിന്റെ ബലൂൺ തകർന്നു വീണു. പ്രോജക്ട് ലൂൺ പദ്ധതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹൈ ആറ്റിറ്റ്യൂഡ് ബലൂൺ ആണ് തകർന്നു വീണത്. ഇത്തരത്തിൽ ഗൂഗിളിന്റെ ഇന്റർനെറ്റ് ബലൂൺസ് 10 നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് കെനിയയിലെ വയലിൽ തകർന്നു വീണത്. 2017 ഇത് നിക്ഷേപിച്ചത്. 65,000 ഫീറ്റ് ഉയരത്തിൽ ബലൂൺ ഉണ്ടാകും. 80 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്റർനെറ്റ് കവറേജ് നൽകാൻ കഴിവുള്ള 2 പ്രധാന ട്രാൻസീവറുകൾ ഓരോ ബലൂണിലും ഉണ്ടാകും. അപ്പോൾ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു വന്നത് റോബോട്ടിക്സ്
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേസ് കൂടുതൽ ന്യൂസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സാങ്കേതികതയെക്കുറിച്ചുള്ള കൂടുതൽ അനുമാനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ.